പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ശ്രീധരനോടൊപ്പം പാർക്കിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ മുന്നിൽ വന്നുപെട്ട ചീനത്തി ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഡോക്ടർ കുറുപ്പിന്റെ മനസ്സ് അസ്വസ്ഥമായി. ഭാര്യ സരസ്വതിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഏട്ടനോട് പോയി ധാർഷ്ട്യമായി സംസാരിച്ച സങ്കടം ഉള്ളിലിരുന്ന് വിങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്. മലയിൽ നിന്നും ഏട്ടനയക്കുന്ന പണം കൊണ്ട് കൂട്ടുകാർക്കൊപ്പം ദർബാറടിച്ച് നടക്കുമ്പോൾ ആ പണത്തിനായി ഏട്ടൻ ചെട്ടിയാർമാർക്ക് കടച്ചീട്ടുകൾ എഴുതി നൽകുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. എന്നിട്ടും ഒരു നിമിഷത്തെ തോന്നലിൽ ഏട്ടനെ വേദനിപ്പിച്ചല്ലോ എന്ന ചിന്തയിൽ തകർന്ന മനസ്സുമായി നടക്കവെയാണ് ഭാസിയുടെ കുടുംബജീവിതം ഒരു സുന്ദരിയായ ചീനത്തി കാരണം തകരുന്നതറിയുന്നത്. നിഷ്കളങ്കനായ ഡോക്ടർ കുറുപ്പിന് ഉൾക്കൊള്ളാവുന്നതിലധികമായിരുന്നു ഇവയൊക്കെ. വായിക്കാം. 3-ാം ഖണ്ഡത്തിന്റെ 3-ാം ഭാഗം 2-ാം അധ്യായം. കാറ് റെസ്റ്റ് ഹൗസ് വിട്ട് നീങ്ങിയപ്പോൾ ഡോക്ടർ കുറുപ്പ് ചോദിച്ചു, ശ്രീധരന് മടങ്ങിപ്പോകാൻ തിടുക്കായോ? തിടുക്കില്ലായികയില്ല. തിടുക്കില്ലാന്ന് വെച്ചാൽ ഇത്തിരി നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. സമയമില്ലെങ്കിൽ വേണ്ട. അത്ര തിടുക്കൊന്നുമില്ല. എന്താ കുഞ്ഞച്ചന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 10 മിനിറ്റ് വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അതിനെന്താ വിരോധം? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, പാർക്കിൽ പോയിരിക്കാം. കാറ്റ് കൊള്ളലോ ആവൂലോ. ശരി പഴനി, കാറ് പാർക്ക് കിട്ടിയ നിപ്പാട്ട് ഓരം ചേർത്ത്. കുഞ്ഞച്ചൻ ഇന്ന് ക്ലബിൽ പോണില്ലേ? ഇല്ല, ഈയിടെ പോക്ക് ചുരുക്കിയിരിക്കുകയാണ്. അന്നത്തെ ആ പനി കഴിഞ്ഞ പിന്നെ. ശ്രീധരന്റെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. പനി കാരണമല്ല, സരസ്വതി വിലക്കിയത് കൊണ്ടാണ് പോക്ക് കുറച്ചതെന്ന സത്യം എന്തിനു പറയണം. ഈ ഒരു കാര്യം മാത്രമേ അവൾ നിയന്ത്രിക്കാതിരുന്നുള്ളൂ. ഇപ്പോൾ അതുമായി ഉച്ചതിരിഞ്ഞ് ക്ലബിൽ പോയിരുന്ന് ഷീട്ട് കളിക്കുക മാത്രമാണ് ജീവിതത്തിലെ ഒരേ ഒരു വിനോദം. ആ ചില്ലറ ആശ്വാസവും വഴിയെ നഷ്ടപ്പെടുന്ന മട്ടാണ്. കാറ് നിന്നു. ശ്രീധരന്റെ പിറകെ സാവധാനത്തിൽ പുറത്തേക്കിറങ്ങി. പാർക്കിന്റെ പടിക്കലിൽ നിലക്കടല വിൽപ്പനക്കാരുടെ ചുറ്റും നല്ല തിരക്ക്. അകത്തും തിരക്കിന് കുറവില്ല. നടവഴിയിൽ നിന്ന് പുൽത്തകിടിയിലേക്ക് കയറുമ്പോൾ ശ്രീധരനെ ഇടക്കണ്ണിട്ടൊന്ന് നോക്കി. അവന്റെ മുഖത്ത് ജിജ്ഞാസയുണ്ട്. ഇന്നലെ കണ്ട് സംസാരിച്ചതാണല്ലോ, ഇന്നിപ്പോഴെന്താ വീണ്ടും എന്ന് അത്ഭുതപ്പെടുകയാവും. പറയാനുള്ളതിന്റെ 10-ലൊരംശം ഇന്നലെ പറഞ്ഞില്ല. പണ്ടത്തെ പോലെ ഉള്ളു തുറന്നു പറയാനും സാധിച്ചില്ല. പുലാവു നൂറിയിലെ വസ്തു ഇടയ്ക്ക് വന്നു വീണതോടെ അല്പം അകൽച്ച വന്നു. അതിനിയും തുടരാൻ വയ്യ. സ്നേഹവും ബഹുമാനവും ഉള്ളവനാണ് ശ്രീധരൻ. നല്ല വകതിരിവുമുണ്ട്. ഇങ്ങനത്തെ മക്കളുണ്ടാവാൻ മുജ്ജമ്മ സുഹൃതം ചെയ്യണം. ഇപ്പോഴും തന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസവുമില്ല. വേണ്ടിയും വിനയവും ഒക്കെ പഴയതുപോലെയുണ്ട്. അല്ലെങ്കിലും അകൽച്ച തോന്നുന്നത് വാസ്തവത്തിൽ തനിക്ക് മാത്രമാണ്. അതും ജാള്യത കൊണ്ട്. ഒന്നിലും കക്ഷി ചേരാത്ത കുഞ്ഞച്ചൻ മകന്റെ കാര്യം വന്നപ്പോൾ പക്ഷം പിടിച്ചുവല്ലോ എന്ന് കരുതിയിരിക്കും അവൻ. കായലോരത്തെ അരമതിലിനരികിൽ ചീനവിളക്കിന്റെ ആകൃതിയിൽ വെട്ടിനിർത്തിയ മഞ്ഞത്തെച്ചിയുടെ മറവിലിട്ട ബെഞ്ചിന്മേലിരുന്നു. ഇരിക്കാൻ മടിച്ചു നിന്ന ശ്രീധരനെ പിടിച്ചരികിലിരുത്തി. അവൻ അടുത്തിരുന്നപ്പോൾ ആശ്വാസം തോന്നി. ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റ് കിട്ടും. അസ്തമയം കാണാനും നല്ല ഭംഗിയാണ്. അതെ, പക്ഷേ ശ്രീധരൻ ദീർഘമായെന്ന് ശ്വസിച്ചു. എത്ര കാലായി ഇങ്ങനെ ഒന്ന് വന്നിരുന്നിട്ട്. ക്ലബിൽ നിന്ന് ഇതിനേക്കാൾ നല്ല വ്യൂ ആണ്, പക്ഷെ ഈ കാറ്റ് കിട്ടില്ലല്ലോ. ക്ലബ്ബ് കെട്ടിടത്തിന്റെ പുതിയ വിങ് എത്രത്തോളമായി? 1 മാസം കൊണ്ട് റെഡിയാവും. സ്വിമ്മിംഗ് പൂളോ? അതടുത്ത കൊല്ലേ ഉണ്ടാവൂ. ഫണ്ട്സ് ഇല്ല. ഏട്ടനോട് കനത്ത ഒരു ഡൊണേഷൻ വാങ്ങാൻ കമ്മിറ്റി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഡോക്ടർ കുറുപ്പിന് അസ്വാസ്ഥ്യം തോന്നി. ഇനി ചോദിക്കലും വാങ്ങലും ഒന്നും ഉണ്ടാവില്ല. ശ്രീധരനോടൊന്ന് സൂചിപ്പിച്ചാലോ? അവൻ കായലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാഞ്ഞ വെയില് അലകളെ തത്തിക്കളിക്കുന്നു. അക്കരെ പാസിർ കൂണിങ്ങിലെ തോട്ടങ്ങളും കാടുകളും അവ്യക്തമായ ചാരനിറമാണ്. ആകാശത്തിന് പഞ്ഞിച്ചുരുൾ പോലെ ഏതാനും ഏകശകലങ്ങളുണ്ട്. ക്ലബിൽ ഇപ്പോൾ 56 പൊടിപൊടിക്കുകയാവും. കുഞ്ഞച്ചൻ ഇന്നലെ കോലാലംപൂരിൽ വന്ന വിവരം ഞാൻ കൊച്ചച്ചനോട് പറഞ്ഞു. എന്നിട്ടോ? ഏട്ടൻ എന്തു പറഞ്ഞു? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, കൊച്ചച്ചൻ അതൊന്നും സാരായിട്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞോ? എന്ന അക്ഷരത്തിലും വാചകത്തിലും പറഞ്ഞില്ല, പക്ഷെ ഭാവം കണ്ടാൽ നിശ്ചയിക്കാലോ. ആദ്യം തോന്നിയ ആശ്വാസം അല്പം ഇടിഞ്ഞു. ഏട്ടൻ പറഞ്ഞതല്ല,
അവൻ ഊഹിച്ചത് മാത്രമാണ് ശ്രീധരൻ പറഞ്ഞത്. ഒരുപക്ഷെ തന്നെ സമാധാനിപ്പിക്കാനായിക്കൂടുന്നില്ല. പിന്നെ പുലാവ് നൂറിലെ വസ്തു ഭാസിക്ക് കൊടുക്കേണ്ട കാര്യവും ഡിസ്കസ് ചെയ്തു. കൊച്ചച്ഛന് ഇഷ്ടക്കേടൊന്നും ഇല്ല. പക്ഷേ ശ്രീധരൻ നോട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഏട്ടൻ അസുഖകരമായ എന്തെങ്കിലും പറഞ്ഞിരിക്കും. അത് പറയാൻ അവൻ മടിക്കുകയാണ്. എന്താ പക്ഷേന്ന്? ഭാസി വിവരമില്ലായ്ക കൊണ്ട് നശിപ്പിച്ചു കളയുമെന്നാണ് കൊച്ചച്ഛന് പേടി. ആ പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. അതല്ലേ സങ്കടം? അതെ, അതാണല്ലോ സങ്കടം. കേട്ടത് ശരിയാണെങ്കിൽ ആവോ ഈശ്വര, മക്കളായിട്ട് ചീത്തപ്പേര് വരുത്തി വെക്കാഞ്ഞാൽ മതി. ഭാനുവിന്റെ കണ്ണ് ഇപ്പോൾ സദാ നിറഞ്ഞിട്ടാണ്. അതും ഗർഭം ഇങ്ങനെ. ഒന്നും പറയാറായിട്ടില്ല. ഗ്ലാൻഡുലർ എക്സ്ട്രാക്ട്സ്. വെൽ, 100-1 ചാൻസ്. പൂർണ്ണ വിശ്രമം. പക്ഷേ ഇങ്ങനെ ഇമോഷണൽ അപ്സെറ്റ് ഉണ്ടാവുമ്പോൾ വിശ്രമം കൊണ്ട് എന്തു ഫലം? യഥാർത്ഥ വിശ്രമം എങ്ങനെ കിട്ടും? അവനോട് അറിയാൻ തക്കവണ്ണം സൂചിപ്പിച്ചു. അത്രയല്ലേ പറ്റൂ. ചെക്കനാണെങ്കിൽ ചാടിക്കടിക്കാൻ നിൽക്കാണ്. ഒക്കെ വിധി പോലെ വരും. ആവുന്നതും അതിലധികവും ചെയ്തിട്ടുണ്ട് സരസ്വതിക്കും മക്കൾക്കും വേണ്ടിയിട്ട്. ഇനിയൊക്കെ തലയിലെഴുത്ത് പോലെ വരും. തലയിലെഴുത്ത് തലോടിയാൽ പോവില്ല. ഏട്ടൻ പറഞ്ഞത് ശരിയാണ് ശ്രീധര. അവരൊക്കെ നശിപ്പിക്കും. കുറുപ്പ് നെടുവേർപ്പിട്ടു. എന്നാലും എന്റെ മകനായി പോയില്ലേ, എന്താ ചെയ്യുക? വയസ്സുകാലത്ത് മനസ്സിനൊരു സമാധാനവും പാടില്ല എന്നാണ് വിധി. എല്ലാം വലിച്ചെറിഞ്ഞ് വല്ല കാശിക്കോ മറ്റോ കടന്നുപോയാൽ മതി എന്ന് വരെ തോന്നി തുടങ്ങി. ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ അത് തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ തഞ്ചോങ് റംബൂത്താനിൽ പോകേണ്ടി വരും. അത്രയ്ക്കൊക്കെ ഇപ്പൊ എന്താ ഉണ്ടായത് കുഞ്ഞച്ച? ഇതൊന്നും സാരാക്കാനില്ല. ഇത്തിരി കലിങ്ങിയാലും എല്ലാം വേഗം തെളിയും. തല ഒരു വശത്തേക്ക് ചരിച്ച് ഹിയറിംഗ് എയ്ഡിന്റെ വോളിയം പാകപ്പെടുത്തി. ശ്രീധരൻ ഒച്ച നന്നേ താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അവന്റെ ഉള്ളിൽ വിഷമമുണ്ടെന്ന് സ്പഷ്ടമാണ്. നേരെ വാ നേരെ പോ എന്ന പ്രകൃതക്കാരനാണല്ലോ. കലഹത്തി ഭയവുമാണ്. പക്ഷേ ശ്രീധരൻ എത്ര ഒഴിഞ്ഞു മാറിയാലും വഴക്കില്ലാതെ തീരുമെന്ന് തോന്നുന്നില്ല. ആ കുരുത്തം കെട്ട കുട്ടനുണ്ടല്ലോ എല്ലാറ്റിന്റെയും പിന്നിൽ ആണിയായിട്ട്. അവനില്ലായിരുന്നെങ്കിൽ ഭാസി ഇങ്ങനെ വെറു പിടിച്ച പോലെ പെരുമാറില്ല. ചെക്കൻ ചീനത്തിയുടെ പിടിയിലെങ്ങാൻ പെട്ടാൽ ഒരു കവിൾ ഉമിനീർ വിഴുങ്ങി. സാരായിട്ടെടുക്കാതെ എങ്ങനെയാ ശ്രീധര? നാശത്തിലേക്കുള്ള പോക്കാണ്. നെടുവീർപ്പിട്ടു. ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല. സരസ്വതി പണ്ടേ അങ്ങനെയാണ്. ഇപ്പോൾ മക്കളും തഥൈവ. എല്ലാവരും വലുതായില്ലേ. അതുകൊണ്ട് ഞാൻ ഗുണദോഷിക്കാനും പോവാറില്ല. പക്ഷേ ഇപ്പൊ തോന്നുന്നു അങ്ങനെ വിട്ടുകൊടുത്തതും തെറ്റായി എന്ന്. അവരുടെ ഇഷ്ടത്തിന് നിന്നിട്ട് ഇപ്പോ ഏട്ടന്റെ ശാപം കൂടി മേടിച്ചു കെട്ടി. നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും തൊണ്ട താനെ അടയുന്നതായി തോന്നി. ഉമിനീര് പെട്ടെന്ന് തളം കെട്ടിയതുപോലെ. ഏട്ടനോട് ധിക്കാരം പറഞ്ഞ രംഗം മനസ്സിലുദിച്ചപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഹിയറിംഗ് എയ്ഡിന്റെ മോൾഡ് ചെവിയിൽ നിന്ന് വിടുവിച്ചു. കണ്ണട ഊരിയെടുത്ത് ഷർട്ടിന്റെ തുമ്പുകൊണ്ട് കണ്ണപ്പി. ശ്രീധരൻ എന്തോ പറഞ്ഞു, കേട്ടില്ല. സമാധാന വാക്കുകൾ വല്ലതുമായിരിക്കും. അതുകൊണ്ട് എന്ത് പ്രയോജനം? വാക്കുകൾ കൊണ്ട് സമാധാനം കിട്ടുന്ന നിലയിലല്ല മനസ്സ്. അല്ലെങ്കിൽ സരസ്വതിയുടെയും ഭാസിയുടെയും വാക്ക് കേട്ട് ഏട്ടനോട് ധിക്കാരം പറയാൻ പോയ തനിക്ക് ഇങ്ങനെയൊരു സമ്മാനം ആവശ്യമാണ്. ഏട്ടന് ഞാനും കുട്ടികളും തീരെ അന്യരായിപ്പോയി അല്ലേ? ഞാൻ ഇത്രത്തോളം വിചാരിച്ചില്ല. രക്തബന്ധം ഉള്ളവരിപ്പുറത്തുള്ളപ്പോൾ. തന്റെ നാക്ക് പുഴുക്കണം. കുപ്പായ തുമ്പുകൊണ്ട് ചില്ല് തുടച്ചു. കണ്ണട വീണ്ടും വെച്ചു. നീ എന്താ പറഞ്ഞ്? ഞാൻ കേട്ടില്ല. കുഞ്ഞച്ചൻ വിഷമിക്കേണ്ടെന്ന് പറയായിരുന്നു. എല്ലാം ശരിയാവും. ആവുമായിരിക്കാം. പക്ഷെ ഞാനും ഏട്ടനും തമ്മിലുള്ള രഞ്ജിപ്പ് പോയില്ലേ, നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്. കൊച്ചച്ഛൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞച്ച? പിന്നെന്തിനാ വിഷമിക്കണത്? എന്തിനാ വിഷമിക്കണതെന്നോ? ശ്രീധരനെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനും ഏട്ടൻ സാധാരണ ചേട്ടാനുജന്മാരെ പോലെ അല്ല ശ്രീധര. ഞങ്ങള് തമ്മിലുള്ള ബന്ധത്തിന്റെ കിടപ്പ് നിങ്ങൾക്കാർക്കും അറിയില്ല. സരസ്വതി വിചാരിക്കണത് എനിക്ക് ഏട്ടനെ പേടിയാണെന്നാ. എന്താ ഇത്ര പേടിക്കാൻ എന്ന് ചോദിച്ച് കളിയാക്കും എപ്പോഴും. ഞാൻ മറിച്ചൊന്നും പറയാറില്ല. പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. മക്കളുടെ വിചാരമാണെങ്കിൽ വേറെയാണ്. ഏട്ടൻ പണം അയച്ചു തന്ന് പഠിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്നും അടിമയായിരിക്കണോ എന്നാണ് ഭാസി ചോദിക്കുന്നത്. അവന്റെ വിചാരം പഴയ കടപ്പാടാലോചിച്ചിട്ടാണ് ഞാൻ ഏട്ടനെ ബഹുമാനിക്കുന്നത് എന്നാണ്. വിഡ്ഢി. കടപ്പാടുണ്ട്, ധാരാളമുണ്ട്. കടപ്പാടേ ഉള്ളൂ എന്ന് തന്നെ പറയാം. ഏട്ടൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് ആലോചിച്ചാൽ 7 ജന്മം കൊണ്ട് തീരില്ല കടം.
അന്ന് ഏട്ടന് ഈ സ്ഥിതിയൊന്നും ഇല്ല. എത്ര ഞെരുങ്ങിയിട്ടാണ് കോളേജിലേക്ക് പണം അയച്ചു തരാറുള്ളതെന്നോ? അതൊന്നും ആലോചിക്കാതെ എത്ര പണാണ് ഞാൻ ദൂർത്തടിച്ച് കളഞ്ഞിട്ടുള്ളത്. കഴിയുമ്പോ പണത്തിന് എഴുതും. ഏട്ടൻ ഒരു ചുടക്കവും പറയാണ്ട് അയക്കും. കണക്ക് പറയാവട്ടെ ചോദിക്കാവട്ടെ പതിവില്ല. അതൊക്കെ പഴയ കഥയല്ലേ കുഞ്ഞച്ച. ഇപ്പൊ എന്തിനാ ആലോചിക്കണത്? ആലോചിക്കണം. ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കണ്ടേ? ചിലപ്പോ മറന്നു പോകണു. അതാണ് കുഴപ്പം. അതെ, അതാണ് കുഴപ്പം. എപ്പോഴും ഓർമ്മിക്കേണ്ടത് ചില സന്ദർഭങ്ങളിൽ മറന്നു പോകുന്നു. മീശ മുളയ്ക്കും മുമ്പേ നാട് വിട്ട് അധ്വാനിക്കാൻ തുടങ്ങിയതാണ് ഏട്ടൻ. തനിക്ക് വേണ്ടി, പാപ്പി ഓപ്പോൾക്കും കുട്ടികൾക്കും വേണ്ടി. അതിനു മുമ്പ് ഫീസ് കൊടുക്കാൻ പണമില്ലാതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്നു. ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിക്കാത്തതിന് മാസ്റ്ററുടെ ശകാരം കേട്ട് തല കുനിച്ചു നിൽക്കുന്നു. അതേ താൻ മലയിൽ നിന്നും പണം വരാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? വാരി വിതറുക, വിലസുക. തവണ തെറ്റാതെ കൃത്യമായി മണി ഓർഡർ എത്തുമ്പോൾ വിചാരിച്ചത് മലയിൽ പണം കായ്ക്കുന്ന മരമുണ്ടെന്നാണ്, മണ്ണിനടിയിലൊക്കെ പൊന്നെന്നാണ്, കുഴിച്ചെടുക്കുകയേ വേണ്ടു എന്നാണ്. അല്ലെങ്കിൽ ഏട്ടനയക്കുന്ന പണം കൊണ്ട് തോന്നിയാസ ചെലവുകൾ ചെയ്യുമോ? കൂട്ടുകാർക്ക് സുഭിക്ഷമായ സത്കാരം, ആഴ്ചയിൽ നാടകം, ബയോസ്കോപ്പ് എന്ന സിനിമ, പിക്നിക്, വാടക കാറിൽ സവാരി. വലിയ പണക്കാരുടെ മക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ ഏട്ടൻ അപാങ് സ്ട്രീറ്റിലെ ചെട്ടികൾക്ക് അന്യായ പലിശയ്ക്ക് കടച്ചീട്ടുകൾ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു എന്നറിഞ്ഞില്ല. കടം മൂക്കിനൊപ്പമായിട്ടും ഏട്ടൻ്റെ ഒരു അക്ഷരം മിണ്ടിയോ? ഇല്ല. അനിയൻ പഠിച്ചു നന്നാവട്ടെ എന്ന ഒറ്റ ആഗ്രഹമേ ഏട്ടനുണ്ടായിരുന്നുള്ളൂ. പ്രതിഫലം ആഗ്രഹിച്ചതേയില്ല. താൻ മലയിലെത്തി ഉദ്യോഗസ്ഥനായിട്ടും ഏട്ടൻ സഹായത്തിന് തന്നെ സമീപിച്ചില്ല. ഒരിക്കലും. താൻ അറിഞ്ഞു ചെയ്തതുമില്ല. ആ സമയത്തെല്ലാം ഏട്ടൻ ഒരു അക്ഷരം ഉരിയാടാതെ ചെട്ടികളുടെ കടം വീട്ടുകയായിരുന്നു. ഏട്ടൻ്റെ കടങ്ങളെല്ലാം വീട്ടി. വീട്ടാൻ വയ്യാത്ത കടമുള്ളത് തനിക്ക് മാത്രമാണ്. ഒരിക്കലും അവസാനിക്കാത്ത കടം. പക്ഷേ അങ്ങനെ ഒരു കടമോ കടപ്പാടോ ഉണ്ടെന്ന് ഏട്ടൻ ഒരിക്കലും ഭാവിച്ചിട്ടില്ല. സ്വന്തം കടമ ചെയ്തതാണെന്ന ഭാവം പോലുമില്ല. അതാണ് ഏട്ടന്റെ മഹത്വം. അതുണ്ടോ സരസ്വതിക്കും ഭാസിക്കും? അറിയുന്നു. പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാവുന്നു. അതിന് അവരിനിയും 1000 ജന്മം ജനിക്കണം. കുഞ്ഞച്ച, ഓ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി. എന്തേ ഞാൻ പറഞ്ഞിരുന്നത്? ആ, ഏട്ടന്റെ കാര്യമല്ലേ? അതെ, പഴയ കാര്യങ്ങൾ പറയായിരുന്നു. ആ, പഴയ കാര്യങ്ങള്, കടപ്പാടിന്റെ കാര്യം അല്ലേ? ആ കഥയൊന്നും പറയണ്ട, പറഞ്ഞാൽ അവസാനിക്കില്ല. പക്ഷേ ഞാൻ പറയാൻ കൊണ്ടുവന്നത് അതൊന്നുമല്ല. ഏട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം പഠിപ്പിച്ചു എന്നുള്ളതോ കടപ്പാടുണ്ടെന്നുള്ളതോ ഒന്നുമല്ല. അതൊരു പ്രത്യേക അടുപ്പമാണ്. കുട്ടിക്കാലം മുതൽക്കേ ഏട്ടനായിരുന്നു എൻ്റെ ഹീറോ. ഏട്ടന് ഞാനെന്ന് പറഞ്ഞാല് അതിൽ കവിഞ്ഞ് വേറെ ആരും ഇല്ലതാനും. രാമലക്ഷ്മണന്മാരെന്നാണ് നാട്ടുകാർ പറയുക. അതൊക്കെ ഞങ്ങൾക്കും അറിയാൻ കുഞ്ഞിച്ച. കൊച്ചിന് എപ്പോഴും പറയാറുണ്ട്. എന്നാലും നിങ്ങൾക്കാർക്കും അതിന്റെ ഫുൾ ഡെപ്ത് അറിയില്ല. വയസ്സ് 10-64 ആയില്ലോ. ഇന്നേവരെ ഏട്ടൻ എനിക്ക് അഹിതമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്റെ ഇഷ്ടത്തിനെതിരായിട്ട് നിന്നിട്ടുമില്ല. സരസ്വതിയെ ഞാൻ കല്യാണം കഴിക്കണതിൽ ഏട്ടന് വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കതേ വേണ്ടൂന്ന് പറഞ്ഞപ്പോൾ പിന്നൊരു തടസ്സവും പറഞ്ഞില്ല ഏട്ടൻ. മിനിയെ കരുണന് കൊടുക്കണതിലും ഏട്ടന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞു. കല്യാണ ചെലവ് മുഴുവനും ഏട്ടനാ വഹിച്ചത്. എന്നെ കൊണ്ടാവാഞ്ഞിട്ടല്ലല്ലോ. ഏട്ടൻ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് അംബികയെ. പക്ഷേ കൊലച്ചതിയാണ് താൻ ചെയ്തത്. കൊലച്ചതി. സരസ്വതി കാണിച്ച വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന്. ദൈവമേ. വീണ്ടും ഒരു കവിൾ ഉമിനീർ വിഴുങ്ങി. പക്ഷെ അത് തൊണ്ടയിൽ തടഞ്ഞതുപോലെ തോന്നി. കുഞ്ഞച്ചൻ എന്തിനാ ആ പഴയ കാര്യങ്ങൾ പിന്നെയും ആലോചിക്കണത്? അത് മറന്നതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അല്ലെങ്കിലും ഞാൻ ഏട്ടനോട് കുരുത്തക്കേടേ കാണിച്ചിട്ടുള്ളൂ. കുഞ്ഞച്ചൻ വെറുതെ നിസ്സാര കാര്യം പെരുപ്പിക്കാണ്. എന്ത് കുരുത്തക്കേട് കാണിച്ചു എന്നാ പറയണത്? ഭാസിയുടെ കാര്യം പറഞ്ഞു എന്നല്ലേ? ഭാസി ആരാ? കുഞ്ഞച്ചന്റെ മകൻ. പറഞ്ഞതാരോടാ? കുഞ്ഞച്ചന്റെ ചേട്ടനോട്. ഇതിലിപ്പോ അത്രയ്ക്കൊക്കെ കുരുത്തക്കേട് എന്താ? കൊച്ചച്ഛനാണെങ്കിൽ
അത് കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. പിന്നെന്താ, ഭാസിയുടെ കാര്യം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പറയണതിലും ചൊവ്വും ചേലും വേണ്ടേ? ഞാനതൊക്കെ വിട്ട് ഏട്ടനാണെന്ന കാര്യം മറന്ന പോലാണ് സംസാരിച്ചത്. പിന്നീട് എനിക്കത് ആലോചിച്ചിട്ട് ഇത്രയേ വിഷമമുള്ളൂ എന്ന് പറഞ്ഞാൽ തീരില്ല. ഇതൊക്കെ ഇന്നലെ പറഞ്ഞതല്ലേ കുഞ്ഞച്ച? ഞാൻ കൊച്ചച്ഛനോട് ഇന്ന് പറയുകയും ചെയ്തു. കുഞ്ഞച്ചൻ ഈസ് വെരി സോറി എന്ന്. നീ അത് പറഞ്ഞോ? ഉവ്, ദാറ്റ് മേക്സ് മീ ഫീൽ ബെറ്റർ. എന്നാലും ശ്രീധര, ഐ ഫീൽ തറലി അഷീംഡ് ഓഫ് മൈസെൽഫ്. കുഞ്ഞച്ചൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കൊച്ചച്ഛന് യാതൊരു അലോഗ്യമില്ല എന്ന് മാത്രമല്ല, കുഞ്ഞച്ചൻ ഈ സോറി എന്ന് പറഞ്ഞതോടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് യു ആർ ബ്ലെയിമിങ് യുവർ സെൽഫ് അൺനെസസറിലി. കൊച്ചച്ഛന് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാസിയുടെ കാര്യം കൺസിഡർ ചെയ്യാമെന്ന് തന്നെ പറയോ? ഉവ്വോ, അത് ഏട്ടന്റെ വിശാല മനസ്കഥ. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ചെയ്തില്ല എന്ന് വരുമോ? എനിക്ക് വിഷമം മനസ്സിൽ നിന്ന് പോണില്ല. മാത്രമല്ല, കൂടാണ്. ഭാസിയുടെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ അത് സാരമില്ല കുഞ്ഞച്ച. ഭാസി സ്വതവേ ഇത്തിരി തിടുക്കക്കാരനാണ്, ആലോചനയും കുറയും. അതുകൊണ്ടുള്ളൊരു പാച്ചിലാണ്. കുഞ്ഞച്ചനൊന്ന്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവന്റെ പോക്കിപ്പോ ഇത്തിരി ചീത്ത വഴിക്കാണ്. ആലോചിക്കാൻ പോലും പ്രയാസം. തൻ്റെ മകൻ. ശ്രീധരന്റെ മുഖത്ത് നേരിയ നിഴൽ വ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നി. അവൻ അറിഞ്ഞിരിക്കുമോ? ഉണ്ടാവും, അറിയാതിരിക്കാൻ വഴിയില്ല. എല്ലാ കാര്യങ്ങളും ഒടുവിൽ അറിയുക താനാണ്. ആ താൻ കൂടി അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ശ്രീധരൻ അറിയാതെ വരില്ല. തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ മറച്ചു പിടിക്കുകയാണ്. അവന്റെ മുഖത്ത് നോക്കാനൊരു വിഷമം. പറയുമ്പോൾ ഭാനുവിന് ശ്വാസം മുട്ടിയിരുന്നു. ജയന്റെ അച്ഛൻ വന്നാൽ ഒരു മിനിറ്റും കൂടി ഇരിക്കാണ്ട് ഓടിപ്പോവാണിപ്പോ. അവനെന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും. താൻ നിഷ്കളങ്കതയോടെ പറയുന്നു. എപ്പോഴും ഒരിടത്തിരിക്കാൻ പറ്റുമോ? ഡോക്ടർ നായകിയുടെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് എന്താ റിസൾട്ട് ഒന്നും കൂടി എന്നോട് ചോദിച്ചില്ല. ഭാനു കരയുന്നു. അത് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. പിന്നെ മിനിയും പറഞ്ഞിരിക്കും. ഭാനു ഓരോന്ന് വെറുതെ വിചാരിച്ച് കരയരുത്. അതോ വേറെ വല്ല കാര്യത്തിലും വല്ല പിണക്കമുണ്ടോ? ഭാനു മിണ്ടുന്നില്ല. എന്താണാവോ അവളുടെ മനസ്സിലുള്ളത്? ഭാസിക്കെന്താ വല്ല അലോക്യവും? റിസൾട്ട് അവൻ ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ഭാനു പറയൂലോ എന്ന് വിചാരിച്ചു. ഭാനുവിനോടും ചോദിച്ചിട്ടില്ല. എന്താ അവന് പറ്റിയത്? അച്ഛന് നടക്കണ കാര്യമൊന്നും അറിയില്ല. ഭാനു പെട്ടെന്ന് ഉറക്ക തേങ്ങുന്നു. ലോട്ട്സ് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. എന്താ? ഭാനു മിണ്ടാതെ നിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? താനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇവളിങ്ങനെ കരയാൻ മാത്രം അവൻ എന്ത് ചെയ്തു? എന്താ പറയ് ഭാനു. അമ്മ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ കുഴപ്പം? ഭാനു പിന്നെയും മിണ്ടാതെ നിൽക്കുന്നു. എന്താണാവോ സംഗതി? സരസ്വതി ഒന്നും പറഞ്ഞതായി ഓർക്കുന്നില്ല. പറഞ്ഞിട്ട് മറന്നതല്ലല്ലോ. അതുമാവാം. ഓർമ്മ വളരെ കുറവാണിപ്പോൾ. എന്താണ് പറയ്. അമ്മ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയാ? എനിക്ക് തോന്നുന്നു ജയന്റെ അച്ഛൻ ഡസൻ ലൈക്ക് മീ എനിമോ. ഛേ, എന്ത് വിട്ടിത്താ നീ പറയണത്? തമ്മില് വല്ല പിണക്കവും ഉണ്ടായിന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയേ? വിട്ടിത്തല്ലച്ചാ. അവൾ നനഞ്ഞ മുഖം ഉയർത്തുന്നു. ഇതിനു മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ കാരണം ഉണ്ടായിട്ടാണ്. എന്ത് കാരണം? ജയന്റെ അച്ഛൻ ഇപ്പോൾ ഈസ് ഗെറ്റിംഗ് ഫ്രണ്ട്ലി വിത്ത്. ബാക്കി അച്ഛൻ ഊഹിച്ചൂടെ? എന്ത്? യെസ്. അവൾ സംഗതിയുടെ കിടപ്പ് അങ്ങനെ തന്നെയാണെന്ന് തലയാട്ടുന്നു. വിശ്വാസം വരുന്നില്ല അവൻ. ഭാനുവിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നു. ഭാനു പറയണത് ഹീസ് ഇൻവോൾവ്ഡ് വിത്ത് എന്നാണോ? അതെ. ഞാൻ പറയണത് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കിയാൽ അറിയാം. തീർച്ചയായും വിശ്വാസം വരുന്നില്ല. ഭാസിക്ക് 100 ദൂഷ്യമുണ്ടെങ്കിലും മദ്യപിക്കില്ല. സ്ത്രീകളെ തിരിഞ്ഞു നോക്കില്ല എന്ന് 2 കാര്യം ഉറപ്പായിരുന്നു. കുറേയധികം ഭാര്യയ്ക്ക് അടിമപ്പെട്ടു പോയി എന്നാണ് എല്ലാവരുടെയും പരാതി. അത് പോയിട്ടിപ്പോൾ മറ്റൊരു സ്ത്രീയെ. ആരാ? ചൈനീസ് വുമൺ ആണ്. ആ ഹോട്ടലുകാരൻ ഹോക്കിന്റെ കീപ്പാണ്. അവളെ തുറച്ചു നോക്കാനേ കഴിയുന്നുള്ളൂ. വീട്ടിനകത്തിരിക്കുന്ന അവളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. പുറത്ത് കണ്ണും തുറന്ന് നടക്കുന്ന താൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനിതൊന്നും അറിഞ്ഞില്ലേ മൈ ഗേൾ. ഇപ്പോഴും എനിക്ക് വിശ്വാസം തോന്നണില്ല. അവൻ അങ്ങനത്തോനല്ല. ഏതായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. വല്ല കുരുത്തക്കേടിനും പുറപ്പാടുണ്ടെങ്കിൽ ഞാൻ നിർത്തിത്തരാം.
അവൻ വലുതായി എന്ന് വെച്ചാലും എന്റെ മകനല്ലാതായിട്ടൊന്നുമില്ലല്ലോ. അച്ഛനറിയാലോ ചൈനീസ് സ്ത്രീകളുടെ കാര്യമൊക്കെ. അവരുടെ പാട്ടിൽ പെട്ടാ പിന്നെ ഡോൺ വറി, നീ പരിഭ്രമിക്കണ്ട, ഞാൻ അവനെ നിലയ്ക്ക് നിർത്തിക്കോളാം. നിലയ്ക്ക് നിർത്തുന്നു എന്തോ പറഞ്ഞു എന്ന് മാത്രം. താൻ വിചാരിച്ചാലുണ്ടോ അവനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നു? വല്ലതും പറഞ്ഞാൽ തിരിച്ച് 4 പറയാനും അവൻ മടിക്കില്ല. എന്നാലും അവൻ ഇങ്ങനെയൊരു വഴിക്ക് തിരിയുമെന്ന് കരുതിയതേയില്ല. കുറുപ്പ് നെടുവീർപ്പിട്ടു. മുത്തശ്ശി പണ്ട് ചൊല്ലണ കേൾക്കാറുണ്ട്, അറിവില്ലാത്തൊരു മകനെ ലാളിച്ചിട്ട് അറിവുള്ളോരു നീ കരകുന്നും വന്നു എന്ന്. മഹാഭാരതത്തിലെയാണ്. അതുതന്നെയാണ് കുഞ്ഞച്ചന്റെ കഥയും. ശ്രീധര, ഭാസ്യ ചെല്ലം കൊടുത്തു വളർത്തിയതാണ്. അതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇതേവരെ ദുശാഠ്യേ ഉണ്ടായിരുന്നുള്ളൂ, ദുശീലം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതുമായി. നിന്നോട് തുറന്നു പറയാലോ, അവനിപ്പോ ആ ഹോക്കിന്റെ വൈഫില്ലേ, അവളുടെ പിന്നാലെ നടക്കണമെന്നൊക്കെ കേട്ടു. ശരിയാണോ എന്തോ ദൈവത്തിനറിയാം. മറുപടി പ്രതീക്ഷിച്ചുവെങ്കിലും ശ്രീധരൻ മിണ്ടിയില്ല. വീട്ടിലാണെങ്കിൽ ഒരുത്തി സദാ കരച്ചിലാണ്, അതും പ്രഗ്നന്റ്. ഡിഫിക്കൽട്ട് പ്രഗ്നൻസി. മനസ്സിൽ അല്ലലില്ലാതിരിക്കേണ്ട സമയമാണ്. അപ്പോഴാ ഇങ്ങനെ. എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, അന്വേഷിക്കാനും പോയില്ല. നീയും വല്ലതും കേട്ടുവോ? ഞാനും ചിലതൊക്കെ കേട്ടു, പക്ഷെ കാര്യമായിട്ട് എടുത്തില്ല. ഇങ്ങോട്ട് നോക്ക് ശ്രീധര, കുഞ്ഞച്ചനോട് പറയാൻ മടിച്ചിട്ട് പറയാതിരിക്കണ്ട. എന്തൊക്കെയാ നീ കേട്ടത്? സത്യം പറയ്. അങ്ങനെ കാര്യമായിട്ടൊന്നും കേട്ടില്ല. പറയണ പോലെ എന്തെങ്കിലും ഉണ്ടെന്നും തോന്നണില്ല. പക്ഷേ ഹോക്കും ഭാര്യയുമായിട്ട് ഭാസിക്ക് ഈയിടെ അടുപ്പം കുറെ കൂടുതലാണ്. ആഫീസിൽ പോലും നല്ല നേരം നോക്കിയേ വരവുള്ളൂ. നീ മറച്ചു വെച്ചിട്ട് തന്നെയാ പറയണത്. അല്ല കുഞ്ഞച്ച, നേരിട്ട് അറിയാത്ത കാര്യമാണല്ലോ. അപ്പൊ പിന്നെ വെറുതെ വല്ലതും പറയണത് ശരിയല്ല. എന്നാലും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ശ്രീധരൻ അറിയാവുന്നത് മുഴുവൻ പറയുന്നില്ലെന്ന് തീർച്ചയാണ്. തന്നെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ആവണം. അല്ലെങ്കിലും അങ്ങനെ ദൂഷ്യം പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിലല്ല. ഇവനെ കണ്ട് പഠിച്ചുകൂടിയ കഴുത ഭാസിക്ക്. ഇവന്റെ കൂടെയല്ലേ ജോലിയെടുക്കണത്. എന്നാൽ നീയൊരു കാര്യം ചെയ്യ് ശ്രീധര, ഒന്ന് സൂക്ഷ്മമായി അന്വേഷിച്ചു നോക്ക്. കേട്ടതിലെന്തോ വാസ്തവുണ്ടെന്നാ എനിക്ക് തോന്നണത്. എന്താ ചെയ്യുക? വയസ്സുകാലത്ത് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തീരണ്ടേ? അവനാണെങ്കിൽ ആര് പറഞ്ഞാലും ഒരു കൂസലും ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെയൊന്നും കരുതാറായിട്ടില്ല. കേട്ടതിൽ സത്യം ഉണ്ടെങ്കിലല്ലേ പരിഭ്രമിക്കേണ്ടോ? ഞാനൊന്ന് അന്വേഷിക്കാം. ഒരു പക്ഷേ നല്ലത് വിചാരിച്ചിട്ടാവും അവൻ ചീനന്റെ അടുത്ത് കൂടിയിരിക്കുന്നത്. വസ്തു കയ്യിൽ കിട്ടിയാൽ അത് ഡെവലപ്പ് ചെയ്യാൻ ചീനന്റെ സഹായം ആവശ്യമായിട്ട് വരും. അത് വിചാരിച്ചിട്ടാവും ഭാസ്യ അയാളെ വിടാതെ പിടികൂടിയിരിക്കുന്നത്. ബാക്കിയുള്ളത് ഓരോരുത്തർ വെറുതെ പറഞ്ഞതാവാനാണ് വഴി. അങ്ങനത്തെ ചീത്ത സ്വഭാവമൊന്നും ഭാസിക്കില്ലല്ലോ. ഇല്ലാന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാലം ചീത്തയാവുമ്പോ ചീത്ത വഴിക്ക് പോയിന്ന് വരും. അതും ചീനത്തികളാണെങ്കിൽ എന്തിനും തയ്യാറാണ്. പ്രത്യേകിച്ചും തൗക്കമാരുടെ കോൺക്യുബൻസ്. എന്ത് സംഭവിക്കാം. ഇശിക്കഥകൾ കേട്ടിട്ടില്ലേ? പിന്നീട് പശ്ചാത്തപിക്കാറാവും എന്നാണ് എനിക്ക് പേടി. ഭാസിയുടെ കാര്യത്തിൽ അങ്ങനൊന്നും വരില്ല കുഞ്ഞച്ച. വരാതിരുന്നാൽ തറവാട് സുഹൃതം. നെറ്റിയിൽ കൈവച്ച് തല കുനിച്ചിരുന്നു. തറവാട് സുഹൃതം തന്നെ വേണം അവനെ രക്ഷപ്പെടുത്താൻ. ഒരു പോക്കനാണ്. ഒരു വഴിക്ക് തിരിഞ്ഞാൽ പിന്നെ ആര് പിടിച്ചാലും നിൽക്കില്ല. പുലാവ് നൂറിലെ വസ്തു കൊണ്ടുണ്ടായ പുലിവാല്. പെട്ടെന്നൊരാശയം ഉള്ളിൽ ഉദിച്ചു. ട്ടോ ശ്രീധര, എനിക്കൊരു തോന്നല്. തമ്മില് ഭേദം അവന് വസ്തു കൊടുപ്പിക്കാതിരിക്കുകയാണ്. അപ്പൊ ചീനനുമായിട്ടുള്ള ബന്ധം വിടൂലോ. അവനത് കൊടുത്താൽ കൂടുതലാവാനാ വഴി അല്ലേ? അതിപ്പോ അതെ. ഡോക്ടർ കുറുപ്പ് കൈഞ്ഞൊടിച്ചു. ദാറ്റ്സ് ഇറ്റ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഞാൻ ഇന്ന് തന്നെ ഏട്ടനോട് പറയാൻ പോവാണ് അവനത് കൊടുക്കണ്ടെന്ന്. ഏട്ടനോട് ധിക്കാരം പറഞ്ഞതിന് അത് പ്രായശ്ചിത്തവുമാവും. അങ്ങനെ ധൃതിപ്പെട്ടൊന്നും ചെയ്യണ്ട. കൊച്ചച്ഛൻ വസ്തു കൊടുത്താലും ഇല്ലെങ്കിലും ഭാസി എടുത്തടിക്കേണ്ടത് എടുത്തടിക്കും. മാത്രമല്ല, കേട്ടതുപോലെ അവൻ മിസ്സിസ് ഹോക്കിന്റെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടൊന്നും നിൽക്കാനും പോണില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാ നീ പറയണത്? ഭാനു കരച്ചിലോട് കരച്ചില്. ഇവനാണെങ്കിൽ ഇങ്ങനെ. സരസ്വതി സദാ കിടുകിടീന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്വൈരവും ഇല്ല. ഏട്ടനോട് കയറി വഴക്കിട്ടതിന്റെ വിഷമം വേറെ. ഇതൊന്നും പോരാഞ്ഞിട്ട് കലഹത്തിനുള്ള പുറപ്പാടും.
ഞാൻ പറഞ്ഞാൽ ആർക്കും ഒരു വിലയില്ല. ഞാൻ എന്താ ചെയ്യുക? നീ തന്നെ പറയ് ശ്രീധര. പറഞ്ഞു തീരുമ്പോഴേക്കും വീർപ്പ് മുട്ടി. കുഞ്ഞച്ചൻ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ശരിപ്പെടും. ഭാസിയുടെ കാര്യത്തില് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. പറയേണ്ടതുപോലെ കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വഴി നോക്കാം. അച്ഛനെയും അമ്മയും അങ്ങനെ ധിക്കരിക്കുന്ന കൂട്ടത്തിലാണ് ഭാസി എന്ന് തോന്നണില്ല. പ്രത്യേകിച്ച് അമ്മേ. അതല്ലെങ്കിൽ കരുണനെ കൊണ്ട് പറയിക്കാം. കരുണൻ പറഞ്ഞാൽ ഭാസി കേൾക്കും. ഏതായാലും പരിഭ്രമിക്കാൻ ഒന്നുമില്ല. ഞങ്ങളുള്ളപ്പോ അങ്ങനെ വരുമോ കുഞ്ഞച്ചാ? ആവോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഗുരുവായൂരപ്പൻ നിശ്ചയിക്കണ മാതിരി വരും. അങ്ങനെ സമാധാനിക്കാൻ. കണ്ണടെ ഊരി ഷർട്ടിന്റെ തുമ്പുകൊണ്ട് വീണ്ടും കണ്ണൊപ്പി. എല്ലാം കൂടി ആലോചിച്ചാൽ ഒരു നിലയും കിട്ടുന്നില്ല. താനാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി. മൂല കാരണം തന്റെ ദൗർബല്യമാണ്. പിടിപ്പില്ലാത്ത പ്രകൃതമായിപ്പോയി. ഏട്ടനെ പോലെ അല്ല. ഏട്ടൻ എന്തൊരു മനസ്സുറപ്പാണ്, കാര്യപ്രാപ്തിയാണ്. താൻ പണ്ടേ മറിച്ചാണ്. വിട്ടുകൊടുക്കണ പ്രകൃതി. അതല്ലേ സരസ്വതിക്ക് ഇത്രമാത്രം ഊറ്റവും അധികാരവും. കണ്ണട വീണ്ടും വെച്ചു. അപ്പോഴാണ് പുൽത്തകടിയിലൂടെ നടന്നെടുക്കുന്ന ആളെ ശ്രദ്ധിച്ചത്. ഗംഗാധരൻ. കൂടെ ചെറിയ കുട്ടിയുമുണ്ട്. അസ്വസ്ഥതയോടെ ശ്രീധരന്റെ നേരെ നോക്കി. അവൻ കായലിലേക്കേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാധരനെ കണ്ടിട്ടില്ല. സംഗതി അല്പ അവതാളത്തിലാണ്. ഗംഗാധരനും ശ്രീധരനും അടുത്തെത്താറായപ്പോൾ ശ്രീധരനെ കണ്ടതുകൊണ്ടാവണം ഗംഗാധരൻ ഒന്ന് സംശയിച്ചു നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചതുപോലെ മുന്നോട്ട് വന്നു. കുറുപ്പ് വീണ്ടും ശ്രീധരനെ നോക്കി. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ഗംഗാധരനെ കണ്ടിരിക്കണം. തല ഒരു വശത്തേക്കൊന്ന് ചരിച്ച് അനുമതി വാങ്ങിച്ചു അരമതിലിന്മേൽ ചെന്നിരുന്നു. അല്പനേരം ശ്രീധരനെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന ശേഷം ഗംഗാധരൻ പറഞ്ഞു, കൊച്ചമ്മാമന്റെ ഒപ്പം ഇരിക്കണത് ശ്രീധരനാണെന്ന് ആദ്യം മനസ്സിലായില്ല. കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കായിരുന്നുവോ? അങ്ങനെയൊന്നുമില്ല, കാറ്റുകൊള്ളാൻ വന്നതാ. ഭാസിയുടെ ഭാര്യയ്ക്ക് എന്തോ സുഖമില്ല എന്ന് കേട്ടുല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ആരേ നിന്നോട് പറഞ്ഞത്? കുട്ടമ്മാവിനെ കണ്ടപ്പോ പറഞ്ഞതാ. ഓ, കുഴപ്പമൊന്നുമില്ല. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി എന്താണ് പറയേണ്ടത്? മരുമകനാണെങ്കിലും വലിയ വീഴ്ചയൊന്നുമില്ല. ഏട്ടനെ പോലെ വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടില്ല. രോഗ്യത്തിൽ തന്നെയാണ്, എങ്കിലും അടുപ്പമാണെന്നും പറഞ്ഞുകൂടാ. വിരൽത്തുമ്പിൽ തൂങ്ങുന്ന കുട്ടി ചുമച്ചു. 5 വയസ്സുണ്ടാവും. തനി മലായിക്കാരൻ. ഗംഗന്റെ ഛായയേ ഇല്ല. ഒരു മൂക്കൊലിക്കുന്നുണ്ട്. കുട്ടിക്ക് കോൾഡ് ഉണ്ടല്ലേ? അവനോ? ഗംഗൻ കുനിഞ്ഞ് മകന്റെ മുഖത്തു നോക്കി. കീശയിൽ നിന്നും കർച്ചീഫ് എടുത്ത് ഒലിക്കുന്ന മൂക്കു തുടച്ചു. അവന് ചുമയും ജലദോഷവും ഒഴിഞ്ഞു നേരല്ല. പതിവായിട്ട് രാത്രി കിടക്കാൻ കാലത്ത് ഉപ്പിട്ട് ചൂടുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യിച്ചാൽ മതി. കുറച്ച് കോറിസിഡിൻ ബെഡ്ലെറ്റ്സ് മേടിച്ചു വെക്കുക. കോൾഡിന്റെ ഭാവം കണ്ടാൽ ഉടനെ ഒരു ടാബ്ലറ്റ് കൊടുക്കുക. വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. പലതും നോക്കി. ENT കാണിച്ചു, എക്സ്റേ എടുപ്പിച്ചു. നോസ് ട്രെയിൻ ചെയ്യണം എന്നാ പറയുന്നത്. ഇത്ര ചെറിയ കുട്ടിയുടെയോ? അത് വേണമെന്ന് എനിക്ക് തോന്നണില്ല. മൈനർ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അതെ അതെ, ഒന്ന് പങ്ക്ചർ ചെയ്യേ വേണ്ടൂ. എന്നാലും 10-12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പതിവില്ല. ഇപ്പോഴത്തെ സ്പെഷ്യലിസ്റ്റ് എങ്ങനെയാണാവോ? ഏതായാലും ധൃതിപ്പെട്ടൊന്നും ചെയ്യണ്ട. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരാളെയും കൂടെ കാണിച്ചിട്ട് മതി. ഞാൻ വേണമെങ്കിൽ നോക്കി എഴുത്തു തരാം. നീ സൗകര്യം പോലെ അവനെ ഒന്ന് ബുക്കിത്തീങ്കിലേക്ക് കൊണ്ടുപോവാ. ഒരു ദിവസം കൊണ്ടുവരാം. സ്കൂളിൽ അയച്ചു തുടങ്ങിയോ? ഉവ്വ്. പക്ഷെ പഠിക്കാനൊന്നും ഒരു വാസനയുമില്ല. എവനെന്നല്ല, എല്ലാറ്റിനെയും ഒരു നുകത്തിൽ പൂട്ടാം. ഗംഗാധരന്റെ വാക്കുകളിൽ വെറുപ്പും നൈരാശ്യവും സ്ഫുരിച്ചിരുന്നു. കുടുംബജീവിതം മഹാനരകമാണെന്നാണ് കേൾക്കുന്നത്. തലയിലെഴുത്താണ്. മോഹിച്ചിട്ടല്ലേ? വേറെ ആരെയും കുറ്റം പറയാനില്ല. എന്നാലും ഞാൻ നടക്കട്ടെ കൊച്ചമ്മാവ, ഒരു ഡിന്നറിന് പോവാനുണ്ട്. ശരി, നീ കുട്ടിയെയും കൊണ്ട് വാ. വരാം. പിന്നെ വല്യമ്മാമന് സുഖമില്ലാന്ന് കേട്ടു. കൂടുതലൊന്നുമില്ലല്ലോ? ഇല്ല, ഹീസ് ഓൾ റൈറ്റ്. ശരി, എന്നാൽ ഞാൻ നടക്കട്ടെ. പുൽത്തകടി മുറിച്ചു കടന്ന് നടപ്പാതിലേക്ക് സാവധാനത്തിൽ നടന്നു പോകുന്ന മരുമകനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ വ്യസനം തോന്നി. അവൻ എന്തുമാത്രം മാറിപ്പോയിരിക്കുന്നു. കണ്ടാലത്തെ ചായ തന്നെ വ്യത്യാസപ്പെട്ടു. മലായിക്കാരന്റെ മട്ടായിരിക്കുന്നു. സംസർഗം കൊണ്ട് ചായ മാറുമോ? തലമുടി വെട്ടിയ രീതിയും തൊപ്പിയും ഒക്കെ ചേരുമ്പോൾ തോന്നുകയാവാം. അകപ്പാടെ ഒരു ബൗദ്ധനായിരിക്കുന്നു.
പോയില്ലേ? ആ ഉവ്വ്, നേരായി. ശ്രീധരൻ വാച്ചു നോക്കി. നമുക്ക് മടങ്ങാം. ഓ മടങ്ങാം. കുഞ്ഞിച്ചിന് വേറൊന്നും പറയാനില്ലല്ലോ? ഇല്ലേ, പറയാനുണ്ടായിരുന്നത് ഭാസിയുടെ കാര്യം മാത്രമാണ്. തലയിലെഴുത്ത് പോലെ വരട്ടെ. ശരി, പോവാം. ബെഞ്ചിൽ കൈകുത്തി പതുക്കെ എഴുന്നേറ്റു. കാല് കുറേശ്ശെ തരിച്ചിരുന്നു. 2-3 വട്ടം കുടഞ്ഞ് സാവധാനത്തിൽ നടന്നു. നല്ല സുഖമുള്ള കാറ്റ്. പാർക്കിൽ തിരക്ക് കൂടിയിരിക്കുന്നു. തഞ്ചോങ് ബസാറിലെ ജനങ്ങൾ അത്രയും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നും. ഇരുന്ന് കാറ്റുകൊള്ളാൻ ഇങ്ങനെയൊരു സ്ഥലമല്ലേ ഉള്ളൂ. അതിന്റെ പുണ്യം ഏട്ടന്. സമ്പാദിക്കാൻ അറിഞ്ഞാൽ പോരാ, ധർമ്മം ചെയ്യാനും അറിയണം. ഗംഗാധരനും കുട്ടിയും പടി കടന്ന് പുറത്തേക്ക് പോയി. കുട്ടിയെ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടെ. ഒരു വർക്കത്തില്ലാത്ത പയ്യൻ, പഠിക്കാനൊന്നും വാസനയില്ല. ഒക്കെ ഒരു നുഖത്തിൽ പൂട്ടാം. അവന് നന്നേ മടുത്തമിട്ടുണ്ട്. കേട്ടതെല്ലാം ശരിയാണ്. കുടുംബജീവിതം നരകം തന്നെയാവും. കഷ്ടം. പക്ഷെ ഇത്രത്തോളം അനുഭവിക്കുമെന്ന് കരുതിയില്ല. അല്ലെങ്കിൽ അനുഭവിക്കാതെ എവിടെ പോവാനാ? അപ്പുറത്ത് ഒരു സാധു പെണ്ണ് കുടിക്കുന്ന കണ്ണീരിന് കണക്കുണ്ടോ? അവളുടെ ഒറ്റ ശാപം മതി ഇവനെപ്പോലെ 100 പേരെ ദഹിപ്പിക്കാൻ. ഓ ഹലോ. ശ്രദ്ധ തിരിച്ചപ്പോൾ സുന്ദരിയായ ഒരു ചീന സ്ത്രീയാണ്. ശ്രീധരനെയാണ് അഭിവാദ്യം ചെയ്തത്. ഓ ഹലോ. ശ്രീധരൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ റോട്ടിലേക്ക് ഇറങ്ങി. തന്നെയൊന്ന് പരിചയപ്പെടുത്തിയതും കൂടിയില്ല. അങ്ങനെ സാമാന്യ മര്യാദ തെറ്റിക്കുന്നവനല്ല അവൻ. തിരിഞ്ഞു നോക്കി. അവൾ നിലക്കടല വാങ്ങുകയാണ്. നല്ല മോടിയിലാണ് വസ്ത്രധാരണം. പണക്കാരിയാണെന്ന് കണ്ടാലേ അറിയാം. ഇവിടെയൊന്നും കണ്ടിട്ടില്ല. എങ്കിലും എന്തോ ഒരു മുഖപരിചയം തോന്നുന്നുണ്ട് താനും. ഏതാ ആ സ്ത്രീ? എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഭാര്യയാണ്. എവിടെയുള്ളതാ? കേലിലുള്ളതാണ്. നീ ലോക്യം പറയാനൊന്നും നിന്നില്ലല്ലോ. നിന്നാൽ നേരം വൈകും. അതെ, മാത്രമല്ല അത്ര അടുത്ത പരിചയമൊന്നും ഇല്ലാതാനും. കാറിൽ കയറും മുമ്പ് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സ്ത്രീ എന്തുകൊണ്ടോ മനസ്സിലൊരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ഓ പോട്ടെ. നീ ഇപ്പൊ തന്നെ പോവോ കോലാലംപൂർക്ക്? ഉവ്, ഇപ്പോഴേ നേരം വൈകി. നാളെ അതിരാവിലെ ഈപ്പോവിലേക്ക് പോകണം. നാളെ തന്നെ മടങ്ങുവോ? ഉവ്. കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം പറഞ്ഞു, ഫാസിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഞാനും നീയും കൂടി അവനെ വിളിച്ചിരുത്തി ഒന്ന് സംസാരിച്ചാൽ എന്താന്ന്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഒന്ന് പറഞ്ഞു നോക്കാലോ. ഫലിച്ചെങ്കിൽ ഫലിക്കട്ടെ. എന്താ, നിനക്ക് വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? സന്തോഷേ ഉള്ളൂ. അതുകൊണ്ട് ഫാസി നേർവഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ക്വൈറ്റ് ഹാപ്പി. ട്രൈ ചെയ്യാം. അതെ, ട്രൈ ചെയ്യാം. ആയാലൊരടയ്ക്കാമരം, പോയാലൊരടയ്ക്ക എന്നല്ലേ പറയാറുള്ളത്. പിന്നെ എനിക്കൊരു ആലോചനയും കൂടിയുണ്ട്. അതെന്താ? ആ ചീനനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഒന്ന്. എന്താ അയാളുടെ ഭാവം എന്ന് നേരിട്ട് അറിയാലോ. നീ എന്ത് പറയണു? നിനക്ക് അയാളെ പരിചയമുണ്ടല്ലോ. പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ കാണണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഫാസി കുട്ടിയൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ ഗാർഡിയനെ പോലെ നമ്മൾ ചീനനെ പോയി കാണുന്നത് ശരിയല്ല. ഫാസി അറിയുമ്പോൾ വലിയ കുഴപ്പമാവും. അതിനൊന്നും പോണ്ട. ഇല്ലാതെ തന്നെ അവനെ ശരിപ്പെടുത്തിയെടുക്കാം. നിനക്ക് അങ്ങനെയാ തോന്നണമെന്ന് വെച്ചാൽ ശരി, നീ പറയണത് കാര്യമാണ്. കാർ ജാലൻ ടെംപ്ലറിൽ നിന്നും ജാലാൻ ബുക്കിറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. വെയിൽ തീരെ ആറി. മരങ്ങളുടെ ചോട്ടിൽ നിഴലുകൾ വിളറി തുടങ്ങിയിരുന്നു. സരസ്വതിയും കുട്ടനുമൊക്കെ കാത്തിരിക്കുകയാവും. അവർക്ക് ദേഷ്യം വന്നിരിക്കും. സാരമില്ല, സംസാരിക്കാനുള്ളത് അവർ തന്നെ സംസാരിച്ചുകൊള്ളട്ടെ. തനിക്കതിനൊന്നും കഴിയില്ല. തല വെട്ടിപ്പൊളിക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കൊള്ളട്ടെ, തടുത്താൻ നിൽക്കില്ല. ചെക്കൻ കേടുവരാതിരുന്നാൽ മതിയെന്നേ ഉള്ളൂ. ഭാനുവിന്റെ കണ്ണീര്. ആകപ്പാടെ ചീത്തപ്പേര്. കുഞ്ഞച്ച, നേരത്തെ അവിടെ കണ്ട ചൈനീസ് സ്ത്രീയോട് ലോക്യം പറയാൻ നിൽക്കാഞ്ഞത് എന്താണെന്ന് ചോദിച്ചില്ലേ? മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തത്. കാരണം ഉണ്ടായിട്ടാണ്. അതാരാന്നോ? അതാണ് ഹോക്കിന്റെ 3ാമത്തെ ഭാര്യ. ഓ, അത്ഭുതമെന്ന് പറയട്ടെ, ആശ്വാസമാണ് തോന്നിയത്. അങ്ങനെ ഏതെങ്കിലും ആയിരിക്കുമെന്ന് തോന്നൽ മുൻപ് തന്നെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. അതുകൊണ്ടാവണം കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നിയത്. അതാണ് ഞാൻ നിൽക്കാഞ്ഞതും വർത്തമാനം പറയാഞ്ഞതും കുഞ്ഞച്ഛനെ പരിചയപ്പെടുത്താഞ്ഞതും. അവരിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അർത്ഥമില്ലാതെ നീട്ടിയൊന്ന് മൂളുമ്പോൾ
കണ്ണിലും മനസ്സിലും നിറഞ്ഞു നിന്നിരുന്നത് കണ്ണീരൊലിപ്പിച്ച് ആവലാതി പറയുന്ന ഭാനുവാണ്. അവളുടെ കണ്ണുനീർ പെട്ടെന്നൊന്നും പറ്റാനിടയില്ലെന്ന തോന്നലാണ് എന്തുകൊണ്ടോ മനസ്സിലുദിച്ചത്. ഞെട്ടിപ്പിക്കേണ്ട തോന്നലാണ്, പക്ഷേ ഒട്ടും ഞെട്ടിയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം കഴിഞ്ഞു. 3-ാം ഭാഗവുമായി വേഗം വരാം. താങ്ക് യു.